ബഹുമാനപ്പെട്ട ശഅബാനത്ത് റളിയല്ലാഹു അൻഹ എന്ന ഒരു മഹദി ഉണ്ടായിരുന്നു. ആ മഹദിയുടെ ചരിത്രം നമുക്ക് പഠിക്കേണ്ടതാണ്, പകർത്തേണ്ടതാണ്. നിങ്ങൾ നോക്കിയ ശഅബാനത്ത് എന്ന് പറയുന്ന ആ ഒരു സഹോദരി ജീവിക്കുന്ന സമയത്ത് പൂർവ്വകാലഘട്ടങ്ങളിൽ വല്ലാത്ത ദോഷിയായി കഴിഞ്ഞ പെണ്ണായിരുന്നു. ഒരു തമ്മാടിച്ചയായി നാട്ടിൽ അറിയപ്പെട്ട ഒരു വ്യഭിചാരിയായി കഴിഞ്ഞുകൂടിയ പെണ്ണായിരുന്നു ശഅബാനത്ത്. ആ ശഅബാനത്ത് കേവലം ഒരു വ്യഭിചാരിക മാത്രമല്ല, അവൾക്ക് ഒരുപാട് പരിചാരികയുണ്ടായിരുന്നു. അവൾക്ക് അസിസ്റ്റന്റുമാരായി ജോലി വേലകൾ ചെയ്യാനായി ഒരുപാട് സ്ത്രീകൾ അവൾക്ക് കീഴനായി പ്രവർത്തിച്ചിരുന്നു ഇത്തരം തമ്മാടിത്തരങ്ങൾക്ക് വേണ്ടി. ആ ഒരു ശഅബാനത്ത് എന്ന് പറയുന്ന പെണ്ണിനെ വരെ അല്ലാഹു തആല മാപ്പ് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? ശഅബാനത്ത് എന്ന് പറയുന്ന പെണ്ണ് മിസ്ർ എന്ന് പറയുന്ന പട്ടണത്തിൽ അറിയപ്പെട്ട കുപ്രസിദ്ധയായ ഒരു തെറ്റുകാരിയായ തമ്മാടിച്ചിയായ ഒരു പെണ്ണാണ്. ആ പെണ്ണ് ഒരുപാട് കാലം ആളുകളെ വ്യഭിചരിച്ചുകൊണ്ട് കൂലി വേലക്ക് വാങ്ങിക്കൊണ്ട് വ്യഭിചാര ബിസിനസ് നടത്തുന്ന പെണ്ണായിരുന്നു. നഊദുബില്ലാഹ്. അങ്ങനെയിരിക്കെ ഒരിക്കൽ ആ മിസ്ർ എന്ന് പറയുന്ന പട്ടണത്തിൽ ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ മഹാൻ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആത്മീയ ലോകത്ത് വിരാജിക്കുന്ന വലിയ മഹാനവറുകൾ വന്ന് ആത്മീയ പ്രഭാഷണം നടത്തുകയാണ്. ആ സമയത്ത് ശഅബാനത്ത് എന്ന് പറയുന്ന പെണ്ണിന്റെ ഒരു പരിചാരികയായ ഒരു സ്ത്രീ ഈ ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ആ നല്ല നല്ല ഉപദേശങ്ങൾ വാഴ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മജ്‌ലിസിൽ പോയിരുന്നു. അവിടുന്ന് എഴുന്നേറ്റ് പോരാൻ തോന്നുന്നില്ല. മഹാനവറുകളുടെ ആ ഒരു ആത്മീയ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് ആ ശഅബാനത്തിന്റെ പരിചാരിക അവിടെ ഇരുന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്. എന്തോ ഒരാവശ്യത്തിന് പറഞ്ഞയച്ചതാണ് ഈ പെണ്ണിനെ. തിരിച്ചു വരുന്നത് കാണാത്തപ്പോൾ ശഅബാനത്ത് എന്ന് പറയുന്ന ആ ഒരു പെണ്ണ്, നാട്ടിലെ കുപ്രസിദ്ധയായ ആ ഒരു സഹോദരി, തന്റെ മറ്റൊരു പരിചാരികയെ ഇവളെയും തേടിക്കൊണ്ട് പറഞ്ഞയക്കുകയാണ്. അവളും ചെന്നെത്തിപ്പെടുന്നത് ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ആത്മീയ ഉപദേശത്തിലേക്കാണ്. അവിടെ എത്തിയ സമയത്ത് ആ രണ്ടാമത്തെ പരിചാരികയും അവിടെ ഇരുന്നു പോവുകയാണ്. മഹാനവറുകളുടെ പ്രാർത്ഥനകളും സതുപദേശങ്ങളൊക്കെ കേട്ട സമയത്ത് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണ്. എത്ര നേരം കഴിഞ്ഞിട്ടും രണ്ടുപേരെയും കാണാതായപ്പോൾ ശഅബാനത്ത് എന്ന് പറയുന്ന സഹോദരി അതാ നേരിട്ട് യാത്രയാവുകയാണ് തന്റെ രണ്ടു പരിചാരകന്മാരെ തേടിക്കൊണ്ട്. ബഹുമാനപ്പെട്ട ശഅബാനത്ത് എന്ന് പറയുന്ന പിൽക്കാലത്ത് വലിയ ഉന്നതിയിലെത്തിയ ആ മഹദി അതാ അന്ന് ആ യാത്രക്കൊടുവിൽ ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിച്ചപ്പോൾ ശഅബാനത്ത് തന്റെ സദസ്സിലുണ്ടെന്ന് ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന് അറിയത്തില്ല. പക്ഷേ ശഅബാനത്ത് കേട്ടപ്പോഴേ അവിടെ ബോധരഹിതയായി വീണുകയാണ്. പ്രഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് ദ്വാമജ്‌ലിസുകളൊക്കെ കഴിഞ്ഞെല്ലാവരും പിരിഞ്ഞു പോയ സമയത്ത് ബഹുമാനപ്പെട്ട മഹദിയായ ശഅബാനത്ത് എന്ന് പറയുന്ന അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത് തമ്മാടിത്തരത്തിന് അടിമപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആ സഹോദരി മറക്ക് പിന്നിലിരുന്നുകൊണ്ട് തന്റെ ഉസ്താദിനോട് അവിടെ ആത്മീയ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഉസ്താദേ, അങ്ങ് പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിച്ച ശഅബാനത്ത് എന്ന് പറയുന്ന പെണ്ണാണ് ഞാൻ. എനിക്ക് അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പ് നൽകുമോ ഉസ്താദേ? ആ സമയത്ത് ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പ് നൽകും. എത്ര വലിയ കഠിന തെറ്റ് ചെയ്താലും അല്ലാഹു തആല ഗഫൂറാണ്, ഗഫാറാണ്.
അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പ് നൽകി നിങ്ങളെ ഖൽബ് ശുദ്ധീകരിച്ച് നിങ്ങളെ ഏത് വലിയ ഉന്നതിയിലെത്തിക്കാനും അല്ലാഹു തആലക്ക് കഴിയുമെന്ന് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് ശഅബാൻ എന്ന് പറയുന്ന മഹദിയെ ബഹുമാനപ്പെട്ട ദുന്നൂനുൽ നസ്രി റളിയല്ലാഹു അൻഹു യാത്രയാക്കുകയാണ്. ഈ ഉപദേശം കേട്ടതോടുകൂടി ശഅബാൻ എന്ന് പറയുന്ന മഹദി അവറുകൾ തന്റെ എല്ലാ സുഖങ്ങളും ആഡംബരങ്ങളും നിർത്തിക്കൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് ഒരുപാട് പരിചാരകയുടെ ഒരുപാട് പരവതാനിയിൽ കിടന്ന് ശീലിച്ച ഒരുപാട് സുഖങ്ങൾ ആസ്വദിച്ച നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരി, ഏറ്റവും വലിയ തറവാട്ടുകാരി, ഏറ്റവും വലിയ സുന്ദരി അവളതാ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിലേക്ക് തിരിക്കുകയാണ്. അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം, അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന ചിന്തയോടുകൂടെ അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുകൂടി അല്ലാഹുവിനോട് ദോഷങ്ങളൊക്കെ പൊറുപ്പിച്ച് പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്. അല്ലാഹു തആല ആ മഹദിയെ ഒരുപാട് വലിയ ഉയരങ്ങളിലേക്ക് സ്ഥാനങ്ങളിലേക്ക് ഉയർത്തുകയാണ്. ഔലിയാക്കളുടെ വലിയ മർത്തബകളിലേക്ക് സൂഫിയാക്കളുടെ ലോകത്തേക്ക് അല്ലാഹു തആല മഹദിയെ ഉയർത്തുകയാണ്. ഒരാ പുരുഷനെ നോക്കാതെ ഒരു തെറ്റും ചെയ്യാതെ അല്ലാഹ് എന്ന ചിന്തയുമായി ഹറമിൽ കഴിഞ്ഞുകൂടുന്ന സമയം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഉംറ ചെയ്യുന്നതിനിടയിൽ തന്റെ ഉസ്താദിനെ കണ്ടുമുട്ടുന്നു. പണ്ട് മിസ്റിൽ വെച്ച് എനിക്ക് ഉപദേശം തന്ന അന്ന് കണ്ടതാണ് എന്റെ ഉസ്താദിനെ. പിന്നീട് ഒരുപാട് വർഷത്തിന് ശേഷം മസ്ജിദുൽ ഹറാമിൽ വെച്ചാണ് സ്വന്തം ഉസ്താദിനെ ശഅബാൻ എന്ന് പറയുന്ന മഹദി കാണുന്നത്. ആ സമയത്ത് തന്റെ ഉസ്താദിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് മഹദി അവർകൾ പറയുകയാണ്, ഉസ്താദേ, അന്ന് മിസ്റിൽ നടന്ന പഠന ക്ലാസിൽ ആത്മീയ മജ്‌ലിസിൽ നിങ്ങളെ മജ്‌ലിസിൽ പങ്കെടുത്ത ശഅബാൻ എന്ന് പറയുന്ന മോശക്കാരിയായ ദോഷക്കാരിയായ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ. ആ പെണ്ണാണ് ഉസ്താദേ ഞാൻ. എന്നെ ഈ ലോകത്തിലേക്ക് ഒരു നന്മയുടെ വഴിയിലേക്ക് സൽപാന്താവിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് അങ്ങാണ്, അങ്ങയുടെ ഉപദേശമാണ്. അതുകൊണ്ട് അങ്ങേക്ക് തരാൻ എന്റെ കയ്യിലൊന്നുമില്ല എന്ന് ആശങ്കപ്പെട്ട സമയത്ത് പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹു തആല ശഅബാൻ എന്ന് പറയുന്ന മഹദി അവർക്ക് കൊടുത്ത അംഗീകാരം, ഒരു പരിഗണന നിങ്ങൾ ശഅബാനത്ത് ആ ഒരു സങ്കടം മനസ്സിലേക്ക് വന്നപ്പോഴേക്ക് എന്റെ ഉസ്താദിനൊന്നും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ചിന്ത വന്നപ്പോഴേക്ക് അല്ലാഹു തആല മറിയം ബീവിക്ക് ഇറക്കി കൊടുത്തതുപോലെ സ്വർഗത്തിൽ നിന്നൊരു ഭക്ഷണത്തിന്റെ തളിക ഇറക്കി കൊടുക്കുകയാണ്. ശഅബാനത്ത് അത്ഭുതത്തോടുകൂടെ ആശ്ചര്യത്തോടുകൂടെ അതാ ആ സ്വർഗത്തിലെ ഭക്ഷണത്തളിക സ്വീകരിച്ചുകൊണ്ട് അത് തന്റെ ഉസ്താദിനെ ആദരവായി കൊണ്ട് ഒരു സ്നേഹത്തിന്റെ ഒരു ആദരവിന്റെ സൂചകമായി കൊണ്ട് ആ ഭക്ഷണത്തളിക കൈമാറുകയാണ്. നോക്ക്, നിങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം എന്നുള്ള ഒരു സൂചന കൂടെ ഇതിലുണ്ട്. എന്നാലും അതിനേക്കാളുപരി നമ്മൾക്ക് ആർജിച്ചെടുക്കാൻ, അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റിയ വലിയ ഒരു മാതൃക, വലിയ ഒരു പോയിന്റ് എന്താണ്? എത്ര വലിയ കഠിനമായ തെറ്റ് ചെയ്താലും അല്ലാഹു തആല നമുക്ക് പൊരുത്തപ്പെട്ടു തരും. അല്ലാഹു തആല നമ്മൾ ഖൽബുകളൊക്കെ കഴുകി വൃത്തിയാക്കി തരും. അല്ലാഹു തആല ഈ റമദാൻ തീരുമ്പോഴേക്ക് ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ ചെയ്ത മുഴുവൻ പാപങ്ങളും ഓർമ്മിച്ച് നല്ല ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, എത്ര തെറ്റ് ചെയ്താലും അല്ലാഹു തആല നമുക്ക് പൊരുത്തപ്പെട്ടു തരും, അത് ഉറപ്പാണ്. അതുപോലെ 100 ആളുകളെ കൊന്ന വലിയൊരു ദോഷിയായ മനുഷ്യൻ, അദ്ദേഹത്തിനും അല്ലാഹു തആല ഉച്ചപുറത്ത് മാപ്പ് നൽകിയിട്ടുണ്ട്. ശഅബാനത്ത് എന്ന് പറയുന്ന സഹോദരിക്ക് പിൽക്കാലത്ത് നന്മകളിലായി ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ 100 ആളെ കൊന്ന അയാൾക്ക്
അല്ലാഹു തആല വലിയ ഉന്നതി നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു നന്മയും ചെയ്തിട്ടില്ല. അതെന്തേ? 99 ആളുകളെ കൊന്ന അദ്ദേഹം അതാ വലിയൊരു പണ്ഡിതനാണെന്ന് തോന്നിക്കുന്ന പണ്ഡിത വേഷധാരിയായ ഒരാളുടെ സമീപത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു കുറ്റബോധം വന്നിട്ടുണ്ട്, എന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു പൊരുത്തപ്പെട്ട് തരുമോ? ഞാൻ 99 ആളെ കൊന്നിട്ടുണ്ട്. ഇത് കേട്ട സമയത്ത് ആ പണ്ഡിതൻ പറഞ്ഞു, 99 ആളെ കൊല്ലുകയോ? ഇല്ല, മഹാപാപമാണ് ചെയ്തത്, നിനക്ക് അല്ലാഹു തആല പൊരുത്തപ്പെട്ട് തരൂല. അത് കേട്ട ഉടനെ 99 അല്ലേ, അതൊന്ന് റൗണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആ ഉസ്താദിനെ കൊണ്ട് കൊല്ലുകയാണ്. ഇപ്പൊ 100 തികഞ്ഞു. 100 പൂർത്തിയാക്കി. പിന്നെ അങ്ങനെ അദ്ദേഹം ഈ തെറ്റൊക്കെ ചെയ്ത് ജീവിക്കാം, ഏതായാലും കുറച്ചൊക്കെ പൊരുത്തപ്പെട്ട് തരൂലെന്നാണ് വിചാരിച്ച് അങ്ങനെ നടക്കുന്നതിനിടയിൽ അതാ കുറച്ചങ്ങനെ ചെന്ന സമയത്ത് അവിടെ ഒരു വലിയ സൂഫിവര്യനായ ഒരു പണ്ഡിതൻ, വലിയ ഒരു ജ്ഞാനിയാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടു. വലിയ പണ്ഡിതനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാന് 100 ആളെ കൊന്നിട്ടുണ്ട്, എനിക്ക് അല്ലാഹു തആല പൊരുത്തപ്പെട്ട് തരുമോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു തആല ഗഫൂറാണ്, എത്ര വലിയ തെറ്റ് ചെയ്താലും അല്ലാഹു തആല പൊരുത്തപ്പെട്ട് തരും. അതുകൊണ്ട് നിങ്ങളിപ്പോ താമസിക്കുന്ന നാട് നിങ്ങൾക്ക് തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ച സാഹചര്യം ഒരുക്കിയ നാടാണ്. അതുകൊണ്ട് ആ നാടിൽ നിന്ന് നിങ്ങൾ താമസം മാറി മറ്റൊരു നാട്ടിലേക്ക് യാത്രയാവണം. തൗബ ചെയ്യാൻ വേണ്ടി അല്ലാഹുവിലേക്ക് മടങ്ങണം എന്ന ഉദ്ദേശത്തോടു കൂടി ആ ഒരു നല്ല നാട്ടിലേക്ക് യാത്ര തിരിക്കണം. അല്ലാഹു തആല നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരും. ഈ ഉപദേശം കേട്ടയുടൻ അതാ ആ മനുഷ്യൻ തന്റെ എല്ലാ തെറ്റുകളിൽ നിന്നും മടങ്ങണം, അല്ലാഹുവിലേക്ക് അടുക്കണം എന്ന ചിന്തയോടുകൂടെ യാത്ര തിരിക്കുകയാണ്. കുറെ അങ്ങ് യാത്ര ചെയ്തപ്പോൾ വഴിയരികിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ്. മരണസമയത്തല്ലേ അവിടെ തർക്കം നടക്കുന്നത്. മരണസമയത്ത് അതാ റഹ്മത്തിന്റെ മലക്കുകൾ ഒരു ഭാഗം, അദാബിന്റെ മലക്കുകളും വന്നുകൊണ്ട് അവിടെ തർക്കം കൂടുകയാണ്. ഇദ്ദേഹം 99+1 100 ആളുകളെ കൊന്ന് വലിയ മഹാപാപം ചെയ്ത് വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരു നന്മ പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കേണ്ടത് ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അദാബിന്റെ മലക്കുകൾ. തൊട്ടപ്പുറത്ത് അദ്ദേഹം നന്മ ചെയ്യാൻ വേണ്ടി ഖേദിച്ച് മടങ്ങിക്കൊണ്ട് തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന ചിന്തയോടുകൂടെ അദ്ദേഹം തൗബക്ക് വേണ്ടി യാത്ര തിരിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു നന്മക്ക് ഒരുങ്ങിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ റൂഹ് ഞങ്ങളാണ് പിടിക്കേണ്ടതെന്ന് റഹ്മത്തിന്റെ മലക്കുകൾ. തർക്കത്തിനൊടുവിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അവർക്ക് മധ്യസ്ഥം പറയുകയാണ്. എന്താ പറഞ്ഞത്? രണ്ട് കൂട്ടരും തർക്കിക്കേണ്ട. അദ്ദേഹം തൗബ ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടെ യാത്ര തുടങ്ങിയ നാട്, എത്താൻ ഉദ്ദേശിക്കുന്ന നാട്, ആ 2 സ്ഥലങ്ങളിലേക്കും ഇവിടെ നിന്നുള്ള ദൂരമൊന്ന് അളന്നു നോക്കുക. എവിടേക്കാണോ അടുത്തിരിക്കുന്നത്, നന്മയുടെ ഭാഗത്തേക്കാണെങ്കിൽ റഹ്മത്തിന്റെ മലായികത്തിനെ റൂഹ് പിടിക്കാം. അതല്ല കഴിഞ്ഞുപോയ ദോഷം ചെയ്തുകൊണ്ടുവന്ന ആ നാട്ടിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ റൂഹ് അദാബിന്റെ മലക്കുകൾക്ക് പിടിക്കാം. അങ്ങനെ 2 നാടുകളും തമ്മിലുള്ള ദൂരം അളക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹം എത്തിപ്പെടാനുള്ള തൗബ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഇനി കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്യാൻ മതി. അത്രത്തോളം ആ നാടിനോട് അടുത്തിട്ടുണ്ട്. ബൗണ്ടറിയൊക്കെ കടന്ന് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇതേ നന്മയുടെ ഭാഗത്തേക്കാണ് അടുത്തിരിക്കുന്നത്. നന്മ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നല്ല, അദ്ദേഹത്തിന്റെ മനസ്സിലേക്കാണ് അല്ലാഹു തആല നോക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പിടിക്കട്ടെ.
സുഹൃത്തുക്കൾ, ഒരു നന്മ പോലെ ചെയ്യാത്ത മനുഷ്യനാണ് അല്ലാഹു തആല കൊണ്ടുപോയി മാപ്പ് നൽകി. അല്ലാഹു അദ്ദേഹത്തിന്റെ ദോഷങ്ങൾക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ രാവ്, ഈ അവസാനത്തെ 10 നമ്മൾ ആ മഗ്ഫിറത്തിന് വേണ്ടി മാറ്റി വെക്കണം. അതുപോലെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളാണ്. അല്ലാഹു തആല ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് ലൈലത്തുൽ ഖദ്ർ? ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന രാവ് നമുക്ക് വരാനുള്ള കാരണം എന്താണ്? അല്ലാഹു തആല ആ രൂപത്തിൽ മഹത്വമുള്ള രാവുകളെ കൊണ്ട് നമ്മൾ ആദരിക്കാനുള്ള കാരണം എന്താ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഇറക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ ശരീഫ്. അത് ഇറക്കപ്പെട്ടത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ്. ഈ ലൈലത്തുൽ ഖദ്റിനെ നമ്മൾ വേണ്ടവോളം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തെ ബൈത്തുൽ ഇസ്സയിലേക്ക് പരിശുദ്ധ ഖുർആനിനെ ഒന്നടങ്കം ഇറക്കിയത് ഈ ലൈലത്തുൽ ഖദ്റിലാണ്. പരിശുദ്ധമായ റമദാൻ 24-ലാണ് ഭൂമിയിലേക്ക് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്. ഈ പരിശുദ്ധ ഖുർആനിന്റെ ഇറക്കം കൊണ്ട് ആദരിച്ചതാണ് പരിശുദ്ധമായ റമദാനിനെ പവിത്രതയേകാൻ കാരണം. ലൈലത്തുൽ ഖദ്ർ അല്ലാഹു തആല നൽകിയത് എന്തിനു വേണ്ടിയാണ്? ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിന് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ചരിത്രം? സഹാബത്തെ ഒരു കാലത്ത് ശംഊനുൽ വാസിയ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ ഒരു മഹാന് ജീവിച്ചിരുന്നു. അദ്ദേഹം 1000 മാസക്കാലം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി യുദ്ധം ചെയ്ത് ജീവിച്ചയാളാണ്. തന്റെ ശരീരവും മനസ്സും എല്ലാം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി മാറ്റിവെച്ച് ഒരു ഒട്ടകത്തിന്റെ താടിയിൽ കൊണ്ട് മാത്രം ശത്രുക്കളോട് യുദ്ധം ചെയ്ത് 1000 കൊല്ലം ജീവിച്ചൊരു മഹാനാണ്. അദ്ദേഹത്തെ തളർക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടി ശത്രുക്കൾ പല വിധത്തിലുള്ള കുതന്ത്രങ്ങളും മെനഞ്ഞു. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തെ തളർത്താൻ വേണ്ടി കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ ഭാര്യ കാഫിറത്താണ്, അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടില്ല, ശത്രുഭാഗത്താണ്. എങ്കിലും ഭാര്യ അവിശ്വാസിയാണെങ്കിലും ഭാര്യയെ വേണ്ടതുപോലെ പരിഗണിക്കണം എന്നതിന് തെളിവാണ് ശംഊനുൽ വാസി എന്ന മഹാനവറുകളുടെ ഭാര്യ തന്റെ പക്ഷത്തല്ല, ശത്രുപക്ഷത്താണ്, കാഫിറത്താണ്. എന്നാലും ഭാര്യയെ കൊണ്ട് നടക്കുന്നുണ്ട്. വലിയ മഹാപാപം ചെയ്തെങ്കിൽ മാത്രമേ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ ഒഴിവാക്കാൻ പാടില്ല. അല്ലാഹു തആല നമ്മുടെ ഭാര്യമാർക്കൊക്കെ നല്ല ആനന്ദമുള്ള സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല കുടുംബജീവൻ നൽകട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ശംഊനുൽ വാസി എന്ന് പറയുന്ന മഹാനവറുകൾ 1000 കൊല്ലം ഒരൊട്ടകത്തിന്റെ താടിയിൽ മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് തന്റെ ശത്രുപക്ഷത്തോട് യുദ്ധം ചെയ്യുകയാണ്. ഒറ്റയാൾ പോരാട്ടമാണ്. കൂടുതൽ 1000കണക്കിന് ആളുകൾ എതിർഭാഗത്തുനിന്ന് വന്നിട്ട് പോലും അദ്ദേഹത്തെ തളർത്താൻ വേണ്ടി ശത്രുഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ശത്രുപക്ഷം കൂടിയാലോചിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തി. ശംഊനുൽ വാസിയുടെ ഭാര്യയെ നമുക്ക് പാരിതോഷികങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മുടെ പക്ഷത്തേക്ക് ആക്കിയെടുത്ത് അദ്ദേഹത്തെ ഭാര്യ മുഖേന തകർത്തുകയാണ്. അങ്ങനെ ഭാര്യയെ സമീപിച്ചുകൊണ്ട് അവർ പല പാരിതോഷികങ്ങളും പല ഓഫറുകളും പ്രഖ്യാപിക്കുകയാണ്. ക്യാഷിനും അവർ നൽകിയ ഓഫറിനും വല്ലാതെ ആനന്ദിച്ചുകൊണ്ട്, അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവാണെങ്കിൽ പോലും തകർക്കണമെന്ന ചിന്ത സ്വന്തം ഭാര്യയുടെ മനോമുകളിലേക്ക് കയറി വരികയാണ്. ഭാര്യ
സ്വന്തം ഭർത്താവിനെ തകർക്കാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ മെനയുകയാണ്. ശത്രുപക്ഷം വലിയ കയറുകൾ, നല്ല ഉറപ്പുള്ള കയറുകൾ ശമൂനവാസിയുടെ ഭാര്യയുടെ സന്നിധാനത്തിൽ എത്തിച്ചു കൊടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇന്ന് രാത്രി ശമൂനവാസിയെ കൈകാലുകൾ ബന്ധിച്ച് അനങ്ങാൻ പറ്റാത്ത രൂപത്തിലാക്കണം. ബാക്കി ഞങ്ങൾ ഒന്ന് കൈകാര്യം ചെയ്തോളാം. ആ പണി മാത്രം നിങ്ങൾ എടുത്താൽ മതി. രാത്രിയിൽ ശമൂനവാസി എന്ന മഹാനവറുകൾ കിടന്നുറങ്ങിയ സമയത്ത് അതാ അവർ കൊടുത്ത വലിയ ഉറപ്പുള്ള നല്ല ശക്തിയുള്ള ആ ഒരു കയറ് കൊണ്ടുവന്ന് മഹാനവറുകളുടെ കൈകാലുകൾ ബന്ധിക്കുകയാണ്. നേരം കൊടുത്ത് എഴുന്നേറ്റ സമയത്ത് ശമൂനവാസി എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. മഹാനവറുകൾ ചോദിച്ച ഭാര്യയോട്, മോളെ ഇതാരാണ് കെട്ടിയത്? അപ്പൊ അവൾ പറഞ്ഞു, ഞാൻ തന്നെയാണ് കെട്ടിയത്. നിങ്ങളെ ശക്തി എത്ര ഉണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടി കെട്ടിയതാണ്. ആ സമയത്ത് ശമൂനവാസി പറഞ്ഞു, എന്റെ ശക്തിയെ നിനക്ക് തകർക്കാൻ കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ ഒന്ന് ഞെളിഞ്ഞു. ഒന്ന് എഴുന്നേറ്റപ്പോഴേക്ക് കയറുകൾ, ഇത്രയും ശക്തമായ കയറുകൾ അവിടെ പൊട്ടുകയും അതിൽ അവർ പരാജയപ്പെട്ടു. പിറ്റേ ദിവസം മഹാനായ ശമൂനവാസിയെ തകർക്കാൻ ശത്രുപക്ഷം കൊണ്ടുകൊടുക്കുന്നത് നല്ല ഉറപ്പുള്ള ഇരുമ്പിന്റെ ചങ്ങലയാണ്. ചങ്ങല കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, ഈ ചങ്ങലയെ നിങ്ങൾ ബന്ധിപ്പിക്കണം. ഇതൊരിക്കലും പൊട്ടൂല. ഒരുപാട് നിങ്ങൾ പരീക്ഷിച്ചതാണ്, ഒരിക്കലും പൊട്ടാൻ സാധ്യതയില്ല, ഉറപ്പാണ്. ആ ശമൂനവാസിയുടെ ഭാര്യ അതുപോലെ രണ്ടാം ദിവസം മഹാനവറുകൾ ഉറങ്ങിയ സമയത്ത് തന്റെ ഭർത്താവിനെ ചങ്ങലയിൽ ബന്ധിക്കുകയാണ്. കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിപ്പിച്ചു. പിറ്റേ ദിവസം അദ്ദേഹം ഉണർന്ന സമയത്ത് തന്റെ കൈകാലുകൾ അനക്കാൻ കഴിയുന്നില്ല. ചങ്ങലയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഭാര്യയെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ ചെയ്തത് തന്നെയാണ്. നിങ്ങൾ അത്രയും പവറുള്ള കയറ് പൊട്ടിച്ചല്ലോ, ഈ ചങ്ങല നിങ്ങളെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയുമെന്ന് നോക്കട്ടെ. ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, നീ എന്ത് ചങ്ങല ഉപയോഗിച്ച് എന്നെ കെട്ടിയിട്ടാലും എന്നെ നിനക്ക് തകർക്കാൻ കഴിയില്ല. എന്നെ ബന്ധിപ്പിക്കണമെങ്കിൽ, എന്നെ തകർക്കണമെന്നുണ്ടെങ്കിൽ എന്റെ തലയിലെ മുടിയെടുത്ത് എന്നെ കെട്ടിയാൽ മാത്രമേ നിനക്ക് ബന്ധിപ്പിക്കാൻ കഴിയുള്ളൂ. ഭാര്യയാണെന്ന് കരുതി വിശ്വസിച്ചുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാണ്. ഭാര്യ ഈ ഒരു അവസരവും കാത്തുനിന്നു. പിറ്റേ ദിവസം മഹാനവറുകൾ ഉറങ്ങിയ സമയത്ത് മഹാനവറുകളുടെ മുടിയിൽ നിന്ന് അല്പം നീളത്തിൽ മുടി വളർത്തുന്ന ശൈലിയായിരുന്നു, ജീവിത ശൈലിയാണ് ശമൂനവാസിയുണ്ടായിരുന്നത്. പിറ്റേ ദിവസം ഉറങ്ങിയപ്പോൾ ഭാര്യ ശമൂനവാസിയെ സമീപിച്ചുകൊണ്ട് 8 മുടികൾ മുറിച്ചെടുത്ത് 4 ഉപയോഗിച്ച് 2 കാലുകളും 4 ഉപയോഗിച്ച് 2 കൈകളും ബന്ധിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം അതാ മഹാനവറുകൾ എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ കഴിയുന്നില്ല. പന്തികേട് മനസ്സിലാക്കി. അപ്പോഴേക്ക് ഭാര്യ ശത്രു വിഭാഗത്തെ വിവരമറിയിച്ചു. ശത്രുക്കളതാ ശമൂനവാസിയുടെ വീട്ടിലേക്ക് വന്ന് മഹാനവറുകളെയും കൊണ്ട് അവരുടെ താവളത്തിലേക്ക് പോവുകയാണ്. ഭാര്യയ്ക്ക് വേണ്ട പാരിതോഷികങ്ങളും ഓഫറുകളൊക്കെ കൊടുത്തു. അങ്ങനെ മഹാനവറുകളെ തന്റെ താവളത്തിലേക്ക് കൊണ്ടുപോയി അതാ അരിഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കുകയാണ്. ആദ്യമായി 2 കണ്ണുകളും ചൊരിഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം 2 കാതുകൾ ചൊരിഞ്ഞെടുക്കുകയാണ്, മുറിച്ചെടുക്കുകയാണ്. മൂക്കരിഞ്ഞെടുക്കുകയാണ്. 2 കൈകളും 2 കാലുകളും വെട്ടുകയാണ്. അങ്ങനെ നോക്കി മഹാനവറുകളെ ആക്രമിക്കുമ്പോൾ അവരൊക്കെ ശത്രുക്കൾ മഹാനവറുകളോട് ദേഷ്യം തീർക്കുമ്പോൾ മഹാനവറുകൾ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അല്ലാഹു തആല മഹാനവറുകളോട് ചോദിച്ചു, ശമൂനവാസി എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്? ആ സമയത്ത് ശമൂനവാസി റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പറഞ്ഞു, ഈ ഒരു
ചെയ്താൽ മതി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അതാ എന്ത് കഴിവാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു തോണിൽ മർദ്ദിപ്പിച്ചിട്ടായിരുന്നു മഹാനവറുകളെ ഈ കൃത്യങ്ങളൊക്കെ ചെയ്തത്. മഹാനവറുകൾ പറഞ്ഞു, ഈ തൂണൊന്ന് ഇളക്കാനുള്ള ശക്തി തന്നാൽ മതി എനിക്ക്. ആ സമയത്ത് അതാ ശമഊനുൽ ആസി എന്ന് പറയുന്ന മഹാനവറുകൾക്ക് അതിനുള്ള ശക്തി കൊടുക്കുകയാണ്. ശമഊനുൽ ആസി എന്ന് പറയുന്ന മഹാനവറുകൾ അതാ ഒന്ന് കുലുക്കിയപ്പോഴേക്ക് ആ തൂണും അവിടെയുള്ള ബിൽഡിങ്ങുകളും എല്ലാം തകർന്ന് തരിപ്പണമാവുകയാണ്. അതിനടിയിൽ പെട്ടുകൊണ്ട്, ആ ബിൽഡിങ്ങിന്റെ അടിയിൽ പെട്ടുകൊണ്ട് ശത്രു വിഭാഗം മുഴുവനും ഒന്നടങ്കം നശിക്കുകയാണ്. അതിനുശേഷം വീണ്ടും 1000 വർഷം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് മാത്രം ജീവിച്ചു എന്ന് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിന് കഥ വിവരിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, നബിയെ, അങ്ങ് ഞങ്ങളോട് പഠിപ്പിച്ചത് നമ്മൾ ആയുസൊക്കെ 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്നല്ലേ? അങ്ങയുടെ ഉമ്മത്തിന്റെ ആയുസ് 60 വയസ്സ്, ഏറിപ്പോയാൽ 70 വയസ്സ്, അതിൻ്റെ ഇടയിൽ മരിച്ചു പോകുന്നല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്? അപ്പൊ ഞങ്ങൾ എങ്ങനെ 1000 വർഷം ഇബാദത്ത് ചെയ്യാനാ? മുൻകഴിഞ്ഞു പോയ ആളുകളൊക്കെ ആയിരക്കണക്കിന് വർഷം ഇബാദത്ത് ചെയ്തെങ്കിൽ അവര് പോകുന്നതും സ്വർഗത്തിലേക്കാണ്, ഞങ്ങൾക്ക് പോകാനുള്ളതും സ്വർഗത്തിലേക്കാണ്. പക്ഷെ 1000 വർഷം ഇബാദത്ത് ചെയ്ത് ജീവിച്ച ആ മഹാന്മാരുടെ അയലത്ത് പോലും ഞങ്ങൾക്ക് എത്താൻ കഴിയില്ലല്ലോ നബിയേ എന്നൊരു പരാതി പറഞ്ഞപ്പോഴാണ് അല്ലാഹു തആല അതാ സൂറത്തുൽ ഖദർ ഇറക്കുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. നബിയേ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് നമ്മൾ നിശ്ചയമായി പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് 1000 മാസങ്ങളെക്കാൾ പ്രതിഫലമുള്ള ദിവസമാണ്, ഒരു രാത്രിയാണ്. ആ ഒരൊറ്റ രാത്രിയിൽ മാത്രം ഇബാദത്ത് ചെയ്താൽ 1000 വർഷത്തിലധികം ഇബാദത്ത് ചെയ്ത കൂലി അല്ലാഹു തആല നമുക്ക് നൽകും. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. تنزل الملائكة അന്നത്തെ രാത്രിയിൽ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. നബിയേ, എന്താ ലൈലത്തുൽ ഖദർ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണോ, അറിയിച്ചു തരണോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ. തനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങും. റൂഹ് എന്ന് പറയുന്നിടത്ത് പല പണ്ഡിതന്മാരും പല അർത്ഥങ്ങൾ വെച്ചിട്ടുണ്ട്. റൂഹ് എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കൂടുതലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ദിവസം അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ മറ്റൊരു മലക്കിനെ അല്ലാഹു തആല നിശ്ചയിക്കും. ആ മലക്ക് ഭൂമിയും ആകാശവും ഒരു ഉരുളയെ പോലെ കൊണ്ട് നടക്കാൻ പറ്റിയ അത്രയും പവറുള്ള വലിയ മലക്കാണ്. അങ്ങനത്തെ ഒരു മലക്കിനെ അല്ലാഹു തആല അന്നേ ദിവസം നടക്കുമെന്ന് റോഹന് മറ്റു പണ്ഡിതന്മാരെ അർത്ഥം വെച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും മലക്കുകളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കുന്നതാണ്. എങ്ങനെ? ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ. അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടിയാണ് ഇറക്കുക. അല്ലാഹുവിന്റെ ബിഇذن റബ്ബിഹിം, റബ്ബിന്റെ സമ്മതത്തോടുകൂടി എന്ന് പറയുമ്പോൾ നമ്മൾ സമ്മതം കൊടുക്കല് ഒരാൾ സമ്മതം ചോദിച്ചാലാണല്ലോ. അപ്പോ റമദാൻ ശരീഫിൽ അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകൾ ചെന്നിട്ട് പറയും, അള്ളാഹുവേ, ഭൂമി ലോകത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ നിനക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ച് വളരെ വിശപ്പ് സഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ച് നിനക്ക് ഇബാദത്തിൽ കഴിയുന്നുണ്ട്. അവരൊന്ന് സന്ദർശിക്കാനും അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് ചോദിക്കാൻ ഞങ്ങൾക്കൊന്ന് അവസരം തരുമോ
വരുന്നു. സലാമൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാമൻ, അന്നത്തെ ദിവസം രക്ഷയാണ്, സമാധാനത്തിന്റെ രാത്രിയാണ്. സലാമൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, സൂര്യൻ ഉദിക്കുന്നത് വരെ, ഫജ്ർ ഉദിക്കുന്നത് വരെ അന്നത്തെ ദിവസം സമാധാനത്തിന്റെ രാത്രിയാണ്. അതുകൊണ്ട് മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന അന്നത്തെ ദിവസം നിങ്ങൾക്ക് 1000 വർഷത്തിലേറെ ഇബാദത്ത് ചെയ്ത കൂലി ഒരൊറ്റ ഇബാദത്തിന് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് ആ ദിവസത്തെ നിങ്ങൾ വേണ്ടുവോളം പരിഗണിക്കണം. അതെന്നാണ് നബിയെ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ ഒറ്റയിട്ട രാവിൽ, അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിലാണ് നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കേണ്ടത്. അതിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുക. എന്നാണെന്ന് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? കൂടുതൽ നമ്മൾ ഇബാദത്തിനായി വ്യാപൃതരാകാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം നിശ്ചയിച്ചു തന്നാൽ അന്ന് മാത്രം നമ്മുടെ ഇബാദത്ത് ചെയ്ത് ബാക്കിയുള്ള ദിവസം നമ്മൾ അലസമായി കഴിയും. അതില്ലാതെ എല്ലാ ദിവസവും ഇബാദത്ത് ചെയ്ത് ഇബാദത്തിലായി നമ്മുടെ ജീവിതം ധന്യമാക്കണം. അതിനു വേണ്ടിയാണ് അല്ലാഹു തആല ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് അർപ്പിച്ചു തന്നത്. പക്ഷേ ചോയ്സ് തന്നിട്ടുണ്ട്. എന്താണ്? റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകൾ. ഏതൊക്കെയാണ്? 21-ാം രാവ്, അതിൽ നിന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു. 23-ാം രാവ്, അത് ഇന്ന് മഗ്രിബോടുകൂടെയാണ്. വേണ്ട രൂപത്തിലൊക്കെ ധന്യമാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. 25-ാം രാവ് ജീവിക്കണം, ധാരാളം സുന്നത്ത് നിസ്കരിക്കണം, പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ലൈലത്തുൽ ഖദ്റിന്റെ 3 കൊടികളുണ്ടാകും, പതാകകളുണ്ടാകും. അത് ഒന്ന് മസ്ജിദുൽ ഹറാമിൽ സ്ഥാപിക്കും, രണ്ടാമത്തെ